വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടു കാണുമല്ലോ അല്ലേ? ഇത് എനിക്ക് പറയാനുള്ളത് സുരേഷ് ഗോപിയെ മാത്രം ഉദ്ദേശിച്ചല്ല കേട്ടോ. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിയമത്തിലിരിക്കുന്നത്, അതായത് ഇവിടെ ഭരണം കയ്യേറി അല്ലെങ്കിൽ ഭരണം ചെയ്യുന്നു എന്ന് പറയുന്ന ഈ സ്ഥാനത്തിരിക്കുന്ന MP ആയിക്കോട്ടെ, പോട്ടെ താഴെ നിന്ന് വരാം, പഞ്ചായത്ത് മെമ്പർ ആയിക്കോട്ടെ, MLA ആയിക്കോട്ടെ, മന്ത്രി ആയിക്കോട്ടെ, മുഖ്യമന്ത്രി ആയിക്കോട്ടെ, MP ആയിക്കോട്ടെ, ആരായിക്കോട്ടെ, അല്ലെങ്കിൽ ഇവിടെ സർക്കാർ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന ആൾക്കാരായിക്കോട്ടെ, ഇവിടെയൊക്കെ പൊതുവായിട്ടുള്ള ജോലി എന്താണെന്നൊന്ന് ഞങ്ങളെപ്പോലുള്ള പൊതുജനങ്ങളോടൊന്ന് പറഞ്ഞ് മനസ്സിലാക്കിയാൽ നന്നായിരിക്കും. സത്യം പറഞ്ഞാൽ യാതൊരു വിധത്തിലും ഒരു ഐഡിയ ഇല്ല നിങ്ങളൊക്കെ ആരൊക്കെയാണ്, എന്തൊക്കെയാണ്, ആരെ കാണണം, എന്ത് കാണണം. അതായത് മൊത്തത്തിൽ പറഞ്ഞുതരാം, ഒരു സാധാരണക്കാരൻ അവൻ്റെ ആവശ്യത്തിന് വേണ്ടി നിങ്ങളെപ്പോലെയുള്ള ആൾക്കാരുടെ അടുത്ത് വന്ന് ഇങ്ങനെ കാണുമ്പോൾ അപ്പം അവരെ ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പന്ത് കെട്ടുന്ന പോലെ ഇട്ട് തട്ടാൻ മാത്രം അവർ നിന്റെ ഒന്നും മനസ്സിലായല്ലോ അല്ല. പിന്നെ ഇതൊക്കെ പറഞ്ഞ് പൂർണ്ണമായിട്ടും ബോധ്യപ്പെടുത്തേണ്ട ചുമതല നിങ്ങൾക്കുണ്ട്. അത് എവിടെ പോയി പറയണം, ആരുടെ അടുത്ത് കാണണം, എന്ത് കൊണ്ടുവരണം, ഏത് രീതി കൊണ്ടുവരണം എന്നുള്ള ആദ്യമേ പൊതുവായിട്ടുള്ളൊരു സംഭവം, അല്ലാതെ വാർത്താ സമ്മേളനങ്ങൾ വിളിച്ചു കൂട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയും വിളിച്ച് തുണിയും പൊക്കി കാണിക്കുന്ന പരിപാടി ഉണ്ടല്ലോ, അതല്ല വേണ്ടത്. പറഞ്ഞ മനസ്സിലായോ? ഇവിടെ ഭരണം നടത്തുന്നുണ്ടെങ്കിൽ ഇത് പൊതുജനങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ എങ്ങനെ കൈപ്പറ്റണം, ഏത് രീതി കൈപ്പറ്റണം, ആര് ഉത്തരവാദിത്തം വഹിക്കുന്നു, ഏതൊക്കെയാണെന്ന് പറഞ്ഞു നടത്തണം. ഈ പുള്ളി കാണിച്ചുണ്ടല്ലോ, ഏത് നമ്മുടെ കേട്ടിപ്പിടി ചുമ്മാ എന്ന് പറയുന്ന ഈ ചങ്ങായി, ഇടോ സത്യം പറയാം, ഇത് നിങ്ങൾ കേൾക്കാൻ വേണ്ടിയിട്ടോ. നിങ്ങൾ ആ പരിപാടി നടത്തുന്ന സമയത്ത് സത്യം പറഞ്ഞാൽ നിങ്ങളോട് ഉള്ളിൻ്റെ ഭയങ്കര ഇഷ്ടമല്ല നിങ്ങളുടെ ആ വാക്കുകൾ കേൾക്കാനൊക്കെ. സത്യം പറഞ്ഞാൽ ഇപ്പം വെറും പുച്ഛമാണ്. പുച്ഛമെന്ന് പറഞ്ഞാൽ അമ്മാരി പുച്ഛമാണ്. പിന്നെ വേറൊരു കാര്യം കൂടി, ഇതൊക്കെ അറിയാത്ത കുറേ ജനതകളുണ്ട്, അല്ലെങ്കിൽ ഞങ്ങളെപ്പോലെയുള്ള ഇപ്പം വളർന്നു വരുന്ന ഓരോ യുവതലമുറകളുണ്ട്. ഇങ്ങനെയുള്ള ഞങ്ങളെപ്പോലെയുള്ള ആൾക്കാർക്കും ഇതിനെപ്പറ്റി യാതൊരുവിധ ഐഡിയ ഇല്ല, ആരെന്ത് എങ്ങനെ ഏതെന്നൊന്നുള്ള ഒരു ഐഡിയ ഇല്ല. ഇതൊക്കെ നിങ്ങളൊന്ന് പരസ്യമാക്കുമായിരുന്നെങ്കിൽ നമുക്ക് ഏറ്റവും വലുതായിരുന്നു. അതുപോലെ തന്നെ ഇവിടെ വിദ്യാഭ്യാസത്തിലൊക്കെ കുറച്ച് താഴ്ന്നു നിൽക്കുന്ന ജനതകൾ ഇപ്പോഴും ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അവരെന്താ ഏതാണെന്നൊന്നും അറിയത്തില്ല. അവർക്കും വേണ്ടിയിട്ട് ഇതേപോലെയുള്ള വാർത്താ സമ്മേളനങ്ങൾ, കാര്യങ്ങൾ വിളിച്ചു കൂട്ടിയാൽ നന്നായിരിക്കും. താനൊക്കെ സത്യം പറയാം വോട്ടും വാങ്ങി ഏത് ഔട്ട് ഹൗസിലാണ് പോയിരിക്കുന്നത്? സത്യം പറയാം എവിടെ പോയിരിക്കുന്നത്? ഇന്നെ കാണാനേ കിട്ടുന്നില്ല. ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ പരിപാടി വെക്കണം. പറഞ്ഞ് മനസ്സിലാകുന്നുണ്ടോ? ഇതൊക്കെ പൊതുജനങ്ങളുടെ മുന്നിൽ പറഞ്ഞ് മനസ്സിലാക്കി തരാനുള്ള പരിപാടിയെങ്കിലും വെക്കണം. അല്ല വോട്ടും വാങ്ങിയിട്ട് ഇനി അടുത്ത വോട്ട് വാങ്ങാൻ വേണ്ടിയിട്ട് കൈ നീട്ടി വരുന്നതിലല്ല കാര്യം ഇരിക്കുന്നത്. ഇതൊക്കെ നമ്മളെപ്പോലുള്ള യുവതലമുറകൾ പ്രതികരിച്ചാലേ ഉള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? എന്തോ പ്രതികരിക്കണമെന്ന് തോന്നി, പറയണമെന്ന് തോന്നി ഈ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ. അമ്മാരി ഒരു ഇതേപോലെയുള്ള ഉള്ളവന്മാരെ ഒന്ന് ഇറക്കി വിടാതിരിക്കുക പരമാവധി. അപ്പോൾ സാറുമാരെ എനിക്കൊരൊറ്റ അപേക്ഷയുള്ളൂ, ഈ സാധാരണപ്പെട്ട ഇതേപോലെയുള്ള പാവപ്പിടിച്ച ആൾക്കാരെ ദൈവത്തെ ഓർത്ത് നിങ്ങളുടെ മുന്നിൽ ഇതേപോലെയുള്ള കോമാളികളാക്കാതിരിക്കാൻ ശ്രമിക്കുക കേട്ടോ. ഒരു നെഞ്ചുരുക്കി വരുന്നതാണ് നിന്നെയൊക്കെ മുന്നിൽ ഇങ്ങനെ ഇതെല്ലാം ചെയ്തു തരുമെന്ന് ആഗ്രഹിച്ച്, നിന്നെ കൊണ്ടൊക്കെ എന്തെങ്കിലും പറ്റുമെന്ന് വിചാരിച്ച്. അത് നിന്നെ കൊണ്ടൊന്നും കഴിയത്തില്ലെങ്കിൽ നീ ഒന്നും ഈ പരിപാടിക്ക് നിൽക്കുക വേണ്ട. പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? പിന്നെ ഗൈസ്, മൂക്കിലൊരു കുരു ഉണ്ടായിരുന്നു കേട്ടോ, അതുകൊണ്ട് മാത്രം മാസ്ക് ഇട്ട, അല്ല മുഖം കാണിക്കുന്നവന്മാരെ ഒന്നും പേടിയായിട്ടില്ല. ഓക്കെ.